ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി ചലിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിച്ചു? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം മിനിറ്റ് സൂചി ക്ലോക്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാറുമ്പോൾ നമുക്കവിടെ 6 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി ചലിക്കുക. അതേപോലെ നമ്മുടെ മണിക്കൂർ സൂചി ആ സമയത്ത് ചലിക്കുക 1/2 ഡിഗ്രിയാണ്. എത്ര? 0.5 അല്ലെങ്കിൽ 1/2 ഡിഗ്രി. ഇത് നമ്മളെ റേഷ്യോ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ മിനിറ്റ് സൂചിൻ്റെ റേഷ്യോ 6 ഇവിടെ എഴുതി, 0.5 ഡിഗ്രി മണിക്കൂർ സൂചിൻ്റെ ഇവിടെ എഴുതി. സിക്കൽ ടു ഇവിടെ മിനിറ്റ് സൂചി 120 ഡിഗ്രി സഞ്ചരിച്ചു. ഇനി മണിക്കൂർ സൂചി എത്ര സഞ്ചരിച്ചു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിക്കൽ ടു 120 അത് നമുക്ക് 0.5ന് അതായത് 1/2 എന്നാക്കി എഴുതാം. 60/6 10 ഡിഗ്രി നമുക്ക് ആൻസർ കിട്ടും. ഇനി ക്ലോക്കിന്റെ മിനിറ്റ് സൂചി ഇതേപോലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിന്റെ മിനിറ്റ് സൂചി ഇവിടെ സഞ്ചരിക്കുന്നത് 300 ഡിഗ്രി. മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് നമുക്കറിയില്ല, അപ്പം നമ്മൾ എക്സ് കിട്ടും. ഓക്കെ. ഇനി നമുക്കറിയാം ഒരു മൂവ്മെന്റിൽ മിനിറ്റ് സൂചി 6 ഡിഗ്രിയാണ് കറങ്ങുക. അതേപോലെ മണിക്കൂർ സൂചി 1/2 ഡിഗ്രിയാണ് കറങ്ങുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടും 300 × 0.5 പകരം നമുക്ക് 1/2 എന്നെടുക്കാം. 6x 100നെ 1/2 ചെയ്താൽ 150 x. നമുക്ക് x 25 25.